കാസർഗോഡ് പള്ളം കസബ പാലത്തിന് സമീപത്തെ നഗരവനം ഓണത്തിന് മുൻപ് പൊതുജനങ്ങൾക്കായി തുറക്കാൻ തീരുമാനം. വനംവകുപ്പിന് കീഴിലുള്ള കണ്ടൽ തുരുത്തായ പ്രദേശം നഗരത്തോട് ചേർന്ന മനോഹരമായ വിശ്രമ സ്ഥലം കൂടിയാണ്. 3 മാസത്തിനകം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കി നഗരവനം തുറക്കാനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. കാസർഗോഡ് നഗരത്തോട് ചേർന്ന പള്ളം കസബ പാലത്തിന് സമീപമുള്ള സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ കീഴിലുള്ള കണ്ടൽ തുരുത്ത് കേന്ദ്രീകരിച്ചാണ് നഗരവന പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത് ഓണക്കാലത്ത് ഒഴിവുദിനങ്ങൾ വരും മുമ്പ് തുറന്നു കൊടുക്കുവാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. 3 മാസത്തിനകം നഗരവനം പദ്ധതി തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചതായി സ്ഥലം സന്ദർശിച്ച കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. കസബ പാലത്തിന് സമീപം 21 ഹെക്ടർ സ്ഥലത്ത് പടർന്നു പന്തലിച്ച് കിടക്കുന്ന കണ്ടൽ വനമാണ് നഗരവനമായി വനംവകുപ്പിന്റെയും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ചത്. നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൊതുജനങ്ങൾക്ക് പദ്ധതി തുറന്നു കൊടുക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇപ്പോൾ നഗരവനം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞതായും നാട്ടുകാർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് പദ്ധതി പൊതുജനങ്ങൾക്ക് ഉപയോഗയോഗ്യമാക്കും വിധം തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞങ്ങൾ നല്ല പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് തുടങ്ങുന്ന സമയത്ത്. ഇതിപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ കെട്ടിക്കെടുക്കുകയാണ്. ഇവിടെ കൊട്ടവഞ്ചി പിന്നെ കൊയോക്കി ഇതെല്ലാം നടത്താനുള്ള ഒരു നല്ല സ്ഥലമാണിത്. ജനങ്ങൾ വരാനും സന്ദർശിക്കാനും പറ്റിയൊരു ഇടമാണ്. അപ്പോൾ ആയതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്നാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. MLA ആയിട്ട് ഇടപെടൽ നടത്താനുള്ള തീരുമാനത്തിലാണ് ഞങ്ങളുള്ളത്. നാട്ടുകാർ ഫുള്ള് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇവിടെ കുറേ സൗകര്യം കിട്ടും. ഇവിടത്തേക്ക് എല്ലാവർക്കും പിള്ളേർക്ക് കളിക്കാനും കാര്യങ്ങളെല്ലാം. ഇപ്പോൾ നടക്കുന്നുള്ളത് വെള്ളടിയും അതും ഇതും ഇങ്ങനെയൊക്കെ പോകുന്നുള്ളത്. കാരണം ഇവിടെ കുറേ കാടെല്ലാം കെട്ടി കിടക്കുകയാണ്. എല്ലാവർക്കും നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ നാടെന്നെ നന്നാവും. കണ്ടൽ തുരത്തിൽ സന്ദർശകർക്കായി കുട്ടവഞ്ചി സൗകര്യം ഏർപ്പെടുത്തും. നിലവിൽ ടിക്കറ്റ് കൗണ്ടർ, പാർക്കിംഗ്, ശുചിമുറി സംവിധാനത്തോടു കൂടിയ നഗരവനം ഇപ്പോൾ ഏതാണ്ട് സജ്ജമാണ്. നടപ്പാത, കഫ്റ്റീരിയ, കയാക്കിംഗ് ബോട്ടുകൾ എന്നിവയും വൈദ്യുതി വിളക്കുകളും സ്ഥാപിക്കണം. മിനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കാടുകയറിയ പദ്ധതി പ്രദേശത്തേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് നിക്ഷേപിക്കുന്നതും നിരീക്ഷിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. വനത്തിനുള്ളിൽ കുട്ടികൾക്കായി ചെറിയ പാർക്കിനുള്ള സാമ്പത്തിക സഹായം കാസർഗോഡ് മുനിസിപ്പാലിറ്റി അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടി ഉൾപ്പെടുത്തി ഓണം സീസണിന് മുൻപേ നഗരവനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാനാണ് വനംവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും തീരുമാനം. ന്യൂസ് മലയാളം, കാസർഗോഡ്.